കഴിഞ്ഞ മാസമായിരുന്നു സീരിയൽ നടി ഉമാ നായരുടെ മകൾ ഗൗരിയുടെ വിവാഹം. ഡെന്നിസാണ് ഗൗരിയെ വിവാഹം ചെയ്തത്. വളരെ ആഡംബരത്തോടുകൂടി ഹിന്ദു ആചാരപ്രകാരമായിരുന്നു വിവാഹം. ചടങ്ങിൽ നിരവധി പ്രമുഖരും സീരിയൽ നടീനടന്മാരും പങ്കെടുത്തിരുന്നു. പിന്നീട് പള്ളിയിൽ വെച്ച് ക്രിസ്ത്യൻ ആചാരപ്രകാരവും മിന്നുകെട്ടി. കുടുംബാംഗങ്ങൾ മാത്രമായിരുന്നു ചടങ്ങിൽ പങ്കെടുത്തിരുന്നത്. വിവാഹത്തിന് ശേഷം സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ഗൗരിയും ഡെന്നീസും. അവരുടെ നല്ല നിമിഷങ്ങളൊക്കെ ഗൗരി തന്റെ ഇൻസ്റ്റയിലൂടെ പങ്കുവയ്ക്കാറുണ്ട്. ഇപ്പോഴിതാ ഡെന്നീസിനൊപ്പമുള്ള മറ്റൊരു വീഡിയോയാണ് ഗൗരി പങ്കുവച്ചിരിക്കുന്നത്. രണ്ട് രീതിയിൽ വിവാഹം നടത്തിയെങ്കിലും താലിയും മിന്നും ഒരു മാലയിലാക്കിയാണ് ഗൗരി ഇട്ടിരിക്കുന്നത്. രണ്ട് രീതിയിലായി വിവാഹം നടന്നെങ്കിലും താലിയും മിന്നും ഒരേ മാലയിൽ ചേർത്തിട്ടാണ് ഗൗരി ധരിച്ചിരിക്കുന്നത്. രണ്ട് ആചാരങ്ങളിലെയും ഭാവനയെ മാനിച്ചുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. താലിയും മിന്നും വേർതിരിച്ചിട്ടിടാതെ ഒരേ മാലയിൽ ചേർത്തത് വളരെ പ്രത്യേകം കൂടിയാണ്. തനിക്കിഷ്ടവും തനിക്ക് പ്രാധാന്യമുള്ളതുമായ ഇരു ആചാരങ്ങളെയും ഒരുപോലെ ആദരിക്കാനുള്ള അവളുടെ ശ്രമം ഇതിലുണ്ട്. എല്ലാ മതപരമായ പരിചാരങ്ങളെയും കണക്കിലെടുത്ത് ഹൃദയത്തിൽ നിന്നുള്ള ഒരുമയും സ്നേഹവുമാണ് ഈ തീരുമാനത്തിലുണ്ടായിരുന്നത്. പർപ്പിൾ നിറത്തിലുള്ള സാരിയിലാണ് ഗൗരി അതീവ മനോഹരിയായി മിന്നുന്നതും. ഡെന്നീസിനൊപ്പമുള്ള ഒരു മനോഹരമായ വീഡിയോ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി പങ്കുവച്ചതും ഏറെ ശ്രദ്ധ പിടിച്ചെടുത്തു. മുണ്ടും ഷർട്ടിലുമാണ് ഡെന്നീസിന്റെ വേഷം. മിന്നുന്നുണ്ടേ മുല്ല പോലെ എന്ന പാട്ടിന് മിറർ വീഡിയോയാണ് ഗൗരി പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഗൗരിയെ ചുംബനങ്ങൾ കൊണ്ട് ഡെന്നീസ് മൂടുന്നതും വീഡിയോയിൽ കാണാം. ഈ വീഡിയോ അവരുടെ ഇടയിലെ അടുപ്പവും സ്നേഹവും മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈ വീഡിയോയിലൂടെ ഇരുവരുടെയും ആത്മാർത്ഥമായ പ്രണയബന്ധം വീണ്ടും ഒരിക്കൽ കൂടി ആരാധകർക്ക് മുന്നിൽ എത്തിക്കപ്പെട്ടു. 9 വർഷത്തിലധികം നീണ്ട പ്രണയത്തിനു ശേഷമാണ് ഗൗരിയും ഡെന്നീസും തമ്മിലുള്ള വിവാഹം നടക്കുന്നത്. വിവാഹ നിശ്ചയം കഴിഞ്ഞ് 2 വർഷങ്ങൾക്കിപ്പുറമാണ് വിവാഹം നടന്നിരിക്കുന്നത്. അതേസമയം അഭിനയത്തിലേക്ക് കടക്കാതെ മോഡലിംഗിലും ഫാഷനിലും ശ്രദ്ധിച്ചാണ് ഗൗരി തന്റെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മതവും ജാതിയും ഒന്നും നോക്കാതെ മക്കളുടെ പ്രണയത്തെ ചേർത്തുപിടിച്ചവരാണ് ഉമാ നായരും ഡെന്നീസിന്റെ വീട്ടുകാരും. കോട്ടയം കാഞ്ഞിരപ്പള്ളിക്കാരനാണ് ഡെന്നീസും കുടുംബവും. തിരുവനന്തപുരത്തെ പട്ടം സെന്റ് മേരീസ് സ്കൂളിൽ ഒരു സമ്മർ ക്യാമ്പിൽ പങ്കെടുക്കാൻ വന്നപ്പോഴാണ് ബാസ്കറ്റ്ബോൾ കളിക്കാരായ ഡെന്നീസും ഗൗരിയും കണ്ടുമുട്ടുന്നത്. 9 വർഷത്തെ പ്രണയത്തിനൊടുവിൽ അവർ വിവാഹിതരായപ്പോൾ സ്നേഹത്തോടെ എന്തിനുമേതിനും ഒരുമിച്ചു നിൽക്കുന്ന വീട്ടുകാരെയാണ് മലയാളികൾ മുഴുവൻ കണ്ടത്. ബാസ്കറ്റ്ബോൾ കളിക്കാരായിരുന്ന ഡെന്നീസും ഗൗരിയും ഒരു സമ്മർ ക്യാമ്പിനായി പട്ടം സെന്റ് മേരീസ് സ്കൂളിൽ ബാസ്കറ്റ്ബോൾ കോർട്ടിലേക്ക് എത്തിയപ്പോഴാണ് ഇരുവരും ആദ്യമായി കാണുന്നത്. അന്നൊരു നോട്ടം മാത്രമായിരുന്നു. എന്നാൽ പിന്നീട് തുടർച്ചയായ നോട്ടങ്ങളായി. ആ നോട്ടം പ്രണയത്തിൻ്റെതാണെന്ന് ഇരുവരും തിരിച്ചറിഞ്ഞപ്പോഴാണ് പരസ്പരം മനസ്സിലുള്ള ഇഷ്ടം തുറന്നു പറഞ്ഞത്. അത് അമ്മയിലേക്കെത്താൻ അധികം കാലമൊന്നും തന്നെ വേണ്ടിയിരുന്നില്ല. അല്പം ഭയത്തോടെയാണ് ഗൗരി തന്റെ പ്രണയം പറഞ്ഞതെങ്കിലും ജാതിയോ മതമോ ഒന്നും തന്നെ അവരുടെ ബന്ധത്തിന് വിലങ്ങുതടിയാകാൻ ഉമ്മ സമ്മതിച്ചില്ല. മകളുടെ ഇഷ്ടത്തിനൊപ്പം തന്നെ നിൽക്കുകയായിരുന്നു അവർ. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.